Hi everyone, welcome back to Learnino. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രാക്ടീസ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ്. ഇപ്പോൾ മോർ ദാൻ 2 വേരിയബിൾസ് ബേസ് ചെയ്തിട്ടുള്ള 2 ഓർ മോർ വേരിയബിൾസ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള മെയിൻ ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി, ദെൻ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഓൾസോ നമുക്ക് മെയിനായിട്ട് ചെയിൻ റൂളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us start. Evaluate limit x y tends to 0 0 x square y by x square plus y square. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം x and y both the values are approaching the value 0 0. Okay, അപ്പോൾ x tends to 0 y tends to 0 ഇതാണ് ലിമിറ്റ് തന്നിരിക്കുന്നത്. ഫംഗ്ഷൻ തന്നിരിക്കുന്നത് x square y divided by x square plus y square. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് 0 0 എക്സിനും വൈക്കും 0 0 കൊടുത്തു കഴിഞ്ഞാൽ 0/0 നോട്ട് ഡിഫൈൻഡ് ഫോം കിട്ടും. സോ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ചില കേസസിൽ നിങ്ങൾക്ക് ഈ ലിമിറ്റ് വാല്യൂ ഡയറക്റ്റായി അപ്ലൈ ചെയ്താൽ തന്നെ ആ ആൻസർ കിട്ടും. ബട്ട് ഇതേപോലെ നോട്ട് ഡിഫൈൻഡ് ഫോംസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ വേറൊരു മെത്തേഡ് ഫോളോ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ പാത്ത് 1, അതായത് നമ്മൾ ആദ്യം തന്നെ ലെറ്റ് y ഈക്വൽ ടു 0, അത് ഫസ്റ്റ് വൺ y ഈക്വൽ ടു 0 മാത്രം ചൂസ് ചെയ്യാം. അപ്പോൾ y ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എക്സിനെ നമ്മൾ എക്സ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അഗൈൻ 0/x² നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആണ്. ഇനി നെക്സ്റ്റ് പാത്ത് എന്ന് പറയുന്നത് ലെറ്റ് y ഈക്വൽ ടു എക്സ്. അപ്പോൾ y ആദ്യം നമ്മൾ 0 കൊടുത്ത് നോക്കി, അപ്പോൾ 0 ആണ് കിട്ടിയത്. ഇനി yക്ക് x കൊടുത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ yക്ക് x വരുമ്പോൾ സാധാരണ നമ്മൾ y ഈക്വൽ ടു mx ആണ് റെപ്രസെന്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ mx എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് y ഈക്വൽ ടു x എന്നുള്ള ഫോം റെപ്രസെന്റ് ചെയ്യുക. അതായത് m എന്ന് പറയുന്നത് നമ്മൾ സ്ലോപ്പ് 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ y ഈക്വൽ ടു x എന്ന് പറയുമ്പോൾ ആക്ച്വലി ദ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ, അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ എന്തായിരിക്കും വരിക? ലിമിറ്റ് എക്സ് കോമ വൈക്ക് പകരം നമ്മൾ എന്താണ് എടുക്കുന്നത്? എക്സ് ആണ്. ടെൻസ് ടു 0 0. അപ്പോൾ ഇവിടെ y നിങ്ങൾ എക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു വൈക്ക് പകരം എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈക്ക് പകരം എക്സ്, അതായത് എക്സ് സ്ക്വയർ. സോ വി ഗെറ്റ് എക്സ് ക്യൂബ് ബൈ 2x സ്ക്വയർ അല്ല, എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എക്സ് ക്യൂബ് ആണ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ ആണ്. ഈ എക്സ് സ്ക്വയറും എക്സ് ക്യൂബും ക്യാൻസൽ ആയി എക്സ് വരും, ബൈ 2 വരും. അപ്പോൾ എക്സ് ബൈ 2 ഇനി ഫൈനലി നമ്മൾ എക്സ് ടെൻസ് ടു 0 അല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ 0 ആണ് കിട്ടും. ഓക്കെ, സോ നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് പാത്ത്സ് ആണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് കേസിൽ y 0 ആയിട്ട് എടുത്തതും സെക്കൻഡ് കേസിൽ y കൊണ്ട് എക്സ് എടുത്തതും. ഈ രണ്ട് പാത്തിലൂടെയും അപ്രോച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ലിമിറ്റിന്റെ വാല്യൂ സെയിം ആണ്, 0 തന്നെയാണ്. അതുകൊണ്ട് അതായത് സിൻസ് ഡിഫറെൻറ്റ് പാത്ത്സ് ലീഡ് ടു ദ സെയിം ലിമിറ്റ് വി ക്യാൻ ഡിഫൈൻ, അതായത് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എക്സ് സ്ക്വയർ വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് 0 ആയിട്ട് കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 4, 3 റൂട്ട് എക്സ് മൈനസ് റൂട്ട് ഓഫ് വൈ പ്ലസ് 1 ബൈ എക്സ് മൈനസ് വൈ മൈനസ് 1. അപ്പോൾ ആദ്യം തന്നെ ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത് നോക്കാം. റൂട്ട് 4 അതായത് 2 മൈനസ് റൂട്ട് ഓഫ് 3 പ്ലസ് 1, എഗെയിൻ റൂട്ട് 4 വരും, അത് 2 ആണ്. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ 0 കിട്ടി. ഡിനോമിനേറ്ററിൽ 4 മൈനസ് 3 മൈനസ് 1 അല്ലേ. 4 മൈനസ് 3 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? ഇതേപോലെ 0 ആണ്. ക്ലിയർ ആയല്ലോ. സോ അഗെയിൻ നോട്ട് ഡിറ്റർമിൻഡ് ഫോം ആണ്. അപ്പോൾ നമുക്കിങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അപ്ലൈയിങ് അനദർ മെത്തേഡ്, അതായത് ഇവിടെ ഇപ്പോൾ റൂട്ട് ടേംസ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ റാഷണലൈസ് ചെയ്യാൻ നോക്കാം. അതായത് ന്യൂമറേറ്ററിലാണ് റൂട്ട് എക്സ് മൈനസ് റൂട്ട് ഓഫ് വൈ പ്ലസ് 1 ഉള്ളത്. സോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പെയർ, അതായത് മൈനസിൻ്റെ പ്ലസ് ടേം ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്മളിതിന് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനെ ആ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ റൂട്ട് എക്സ് മൈനസ് റൂട്ട് ഓഫ് വൈ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ മൈനസ് 1 ഇൻറ്റു ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് പെയർ, അതായത് മൈനസ് എന്നുള്ള ടേം പ്ലസ് ആയിട്ട് എടുക്കാം. അപ്പോൾ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ പ്ലസ് 1 ഡിവൈഡ് ബൈ സെയിം ടേം. ഇനി ജസ്റ്റ് ന്യൂമറേറ്ററിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം ആണ് അല്ലേ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ് നമുക്കറിയാം, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണ് ആൻഡ് ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വൈ പ്ലസ് 1 ആണ്. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് എല്ലാം ക്യാൻസൽ ആയി പോകും. സോ എക്സ് മൈനസ് വൈ പ്ലസ് 1, അതായത് എക്സ് മൈനസ് വൈ മൈനസ് 1, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൈനസ് ഉള്ളിലേക്ക് എടുത്താൽ എക്സ് മൈനസ് വൈ മൈനസ് 1. ക്ലിയർ ആയല്ലോ ന്യൂമറേറ്റർ. ഇനി ഡിനോമിനേറ്റർ ഇപ്പം നിങ്ങൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. എക്സ് മൈനസ് വൈ മൈനസ് 1 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ പ്ലസ് 1.
ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് ഇവിടെ കണ്ടോ സെയിം ടേംസ് നമുക്ക് കിട്ടി. എക്സ് മൈനസ് വൈ മൈനസ് 1 ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ കിട്ടി. അത് ക്യാൻസൽ ചെയ്യാം. സോ ഇവിടെ പ്ലസ് ടേംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ധൈര്യമായിട്ട് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സിന് 4ഉം വൈക്ക് 3ഉം കൊടുക്കാം. സോ റൂട്ട് 4 എന്ന് പറയുന്നത് ഇവിടെ 2 കിട്ടും. ആൻഡ് റൂട്ട് ഓഫ് വൈ പ്ലസ് 1 അഗെയിൻ 3 പ്ലസ് 1 4 റൂട്ട് 4 2 ആണ് അല്ലേ. ഇപ്പോൾ 1/2 പ്ലസ് 2 ദാറ്റ് ഈസ് 1/4 ആണ് ആൻസർ കിട്ടുക. Next question, limit x y tends to 2 to x minus y by x raised to 4 minus y raised to 4. Again same values ആണ് 2 minus 2 by 2 raised to 4 minus 2 raised to 4. 0 by 0 അതായത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. സോ വേറൊരു മെത്തേഡ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ അതായത് നമുക്ക് എപ്പോഴും ഇപ്പോൾ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനുള്ള ടേംസ് ഉണ്ടോ, റാഷണലൈസ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കോമൺ ടേംസ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്താൽ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ എക്സ് മൈനസ് വൈ ടേം ഉണ്ട്, ഡിനോമിനേറ്ററിൽ എക്സ് റേസ് ടു 4 മൈനസ് വൈ റേസ് ടു 4 ആണ്. സോ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ്. അങ്ങനെ എഴുതി കൂടെ. ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താ, എ പ്ലസ് ബി എ മൈനസ് ബി. അപ്പോൾ എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്, ബി എന്ന് പറയുന്നത് വൈ സ്ക്വയർ ആണ്. മനസ്സിലായോ? അപ്പോൾ എ പ്ലസ് ബി ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എ മൈനസ് ബി ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇങ്ങനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്തുകൂടെ അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എഗെയിൻ ഈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെ നമുക്ക് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതിക്കൂടെ. എന്നിട്ട് ഈ എക്സ് മൈനസ് വൈയും എക്സ് മൈനസ് വൈയും ക്യാൻസൽ ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഇനി എല്ലാം പ്ലസ് ടേംസ് ആണ്. അപ്പോൾ ഇവിടെ 2,2 ഈ പ്ലസ് ടേംസ് ആണെന്ന് ഞാൻ എടുത്തു പറയുന്നത്. ഇപ്പോൾ മൈനസ് ടേംസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലിമിറ്റ്സ് അഗെയിൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൈ ഇനി എല്ലാം ടേംസ് അതായത് 1/x പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉള്ളൂ. എക്സിനും വൈക്കും 2 കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 1/2 പ്ലസ് 2 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ദാറ്റ് ഈസ് 1/32 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 1/27 pi cube കോസ് ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് എക്സ് വൈ. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ എക്സ് ആൻഡ് വൈ ഓൾജിബ്രൈക് എക്സ്പ്രഷൻസ് മാത്രമേ വരുള്ളൂ എന്ന് വിചാരിച്ചിരിക്കേണ്ട. ലോഗ് ടേംസ് വരാം, ട്രിഗ്നോമെട്രിക് ടേംസ് വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. സോ ഇവിടെ നമുക്ക് കോസ് ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് എക്സ് വൈ ആണ് തന്നിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? സോ ഫസ്റ്റ് ഓഫ് ഓൾ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 1/27 pi cube കോസ് ഓഫ് ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് അപ്ലൈ ചെയ്ത് നോക്കാം എക്സിനും വൈക്കും. അപ്പോൾ എക്സ് 1/27 ആണ്, വൈ പൈ ക്യൂബ് ആണ്. ക്ലിയർ ആയല്ലോ? ഈ 27നെ നമുക്ക് 3 ക്യൂബ് എന്ന് കൺവേർട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ക്യൂബ് റൂട്ട് ആണുള്ളത്. അപ്പോൾ ക്യൂബ് റൂട്ട് എങ്ങാനും ക്യാൻസൽ ആക്കാൻ പറ്റുമോ നോക്കാം. ദാറ്റ് ഈസ് ആ ക്യൂബ് റൂട്ടിൻ്റെ ഉള്ളിലത്തെ ടേംസ് ക്യൂബിൻ്റെ ടേംസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഓൾറെഡി ഇപ്പോൾ പൈ ക്യൂബ് ഉണ്ട് അല്ലേ? സോ ഓൾറെഡി അത് ക്യൂബിൻ്റെ ടേംസിലുള്ളത്. ഇനി 27 വി ക്യാൻ റീപ്ലേസ് ഇറ്റ് ആസ് 3 ക്യൂബ് അല്ല, നമുക്ക് അതിനെ അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് പൈ ക്യൂബ് ബൈ 3 ക്യൂബ് എന്ത് വരും? ആക്ച്വലി ഈ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് റേസ് ടു 1/3 ആണ്. അപ്പോൾ പൈ ക്യൂബ് ബൈ 3 ക്യൂബ് റേസ് ടു 1/3. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൈ ബൈ 3 ഹോൾ ക്യൂബ് റേസ് ടു 1/3 വരും. അപ്പോൾ ഈ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി 3ഉം 1/3 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പൈ ബൈ 3 എന്നുള്ള വാല്യൂ കിട്ടും അല്ലേ? ഇനി ഈ കോസ് മറക്കരുത്, കോസ് ഓഫ് പൈ ബൈ 3 ആണ്. അതായത് ആ ഇന്നർ ഫംഗ്ഷൻ ആണ് നമ്മളിപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് പൈ ബൈ 3 കിട്ടിയത്. ഇപ്പോൾ കോസ് ഓഫ് പൈ ബൈ 3യുടെ വാല്യൂ എന്താ? 1/2. സോ ഇവിടെ ഇപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ലിമിറ്റ് വാല്യൂ കിട്ടി. Next question, determine whether the function f of xy equal to minus xy by x square plus y square, xy not equal to 0, 0. അതായത് x, y not equal to 0, 0 ആയിരിക്കുമ്പോഴാണ് ഫംഗ്ഷന്റെ വാല്യൂ മൈനസ് എക്സ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി അല്ലാത്ത സമയം അതായത് എക്സ് വൈ ബോത്ത് 0 ആവുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. ഇസ് കണ്ടിന്യൂസ് അറ്റ് 0, 0. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0, 0ലും എക്സ് വൈ ഈക്വൽ ടു 0, 0ലും ഫംഗ്ഷന്റെ വാല്യൂ എന്താണെന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് 0, 0 ആണെന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? ആദ്യമേ തന്നെ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ സ്പെസിഫൈഡ് ആയിട്ടുള്ള പോയിന്റ്. ഇപ്പോൾ നമുക്ക് ഇവിടെ 0, 0 എന്നുള്ള പോയിന്റിലാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 0, 0 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ
ഡിഫൈൻഡ് ആയിരിക്കണം. ഓക്കെ, എക്സിസ്റ്റ് ആയിരിക്കണം. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ എക്സസ്. അതായത് ഇപ്പോൾ എക്സ് വൈ ടെൻസ് ടു 0 0 നമ്മുടെ കേസിൽ എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് കണ്ടീഷൻ എന്താ, ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് ദാറ്റ് ഇസ് 0 0 എഫ് ഓഫ് എക്സ് വൈ മസ്റ്റ് ബി ഈക്വൽ ടു എഫ് ഓഫ് 0 0. ക്ലിയർ ആയല്ലോ? ആദ്യം രണ്ട് കണ്ടീഷൻസ് പറഞ്ഞു, തേർഡ് വൺ ആക്ച്വലി രണ്ടിൻ്റെ കൂടെ ഒരു കമ്പൈൻഡ് ഫോമാണ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഓരോ കണ്ടീഷൻ, ഈ മൂന്ന് കണ്ടീഷൻസും സൈമൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മുടെ ഫംഗ്ഷൻ ആ പർട്ടിക്കുലർ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ലിമിറ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ലിമിറ്റ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ തന്നിരിക്കുന്നത് മൈനസ് എക്സ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0/0 ഫോമാണ് കിട്ടുക, ഇൻഡിറ്റർമിനേറ്റ് ഫോം. അപ്പോൾ നേരത്തെ നമ്മൾ രണ്ട് പാത്തിലൂടെ ഇതുപോലെ ലിമിറ്റ് കണ്ടുപിടിച്ചില്ലേ, എന്നിട്ട് സെയിം ആണെങ്കിൽ ആ ലിമിറ്റ് വാല്യൂ കണ്ടുപിടിച്ചു. അതേപോലെ അങ്ങനെ പാർട്സ്, ഡിഫറെൻറ്റ് പാർട്സ് ഫോളോ ചെയ്യും. അപ്പോൾ പാർട്ട് 1 നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് അഗൈൻ y ഈക്വൽ ടു 0. ആക്ച്വലി y ഈക്വൽ ടു 0 എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് ആക്സസ് ആണ്. നമുക്കറിയാം എക്സ് ആൻഡ് വൈ ആക്സസ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സസ് ത്രൂ ഔട്ട് y വിൽ ബി 0 ആൻഡ് വൈ ആക്സസ് ത്രൂ ഔട്ട് എക്സ് വിൽ ബി 0. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എലോങ് എക്സ് ആക്സസ് ആണ് നമ്മളത് അപ്രോച്ച് ചെയ്യണം, മനസ്സിലാക്കുക. അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്, എടുത്തെടുത്ത് എപ്പോഴും പറയണമെന്നില്ല. ഇനി എഫ് ഓഫ് എക്സ് കോമ വൈക്ക് പകരം വൈക്ക് 0 കൊടുക്കാം. ഓക്കെ, അപ്പോൾ മൈനസ് എക്സ് ഇൻറ്റു 0 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. എങ്കിൽ നമുക്ക് 0 ആണ് കിട്ടുക. ഇനി നെക്സ്റ്റ് പാത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 0. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ. വൈ ഈക്വൽ ടു 0 എലോങ് നമുക്ക്, അതായത് എലോങ് എക്സ് ആക്സസ് നമുക്ക് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 0 ദാറ്റ് ഇസ് എലോങ് വൈ ആക്സസ് നമുക്ക് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എക്സ് ഈ ഒരു ലൈനിലൂടെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഏത് പാത്ത് വേണമെങ്കിലും, ഇപ്പം നിങ്ങൾക്ക് സപ്പോസ് നമ്മൾ രണ്ട് കണ്ടീഷൻസും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ എഗെയിൻ വൺ മോർ പാത്ത് ചൂസ് ചെയ്തിട്ട് ഇതേപോലെ ലിമിറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എപ്പോഴും എക്സാക്ട്ലി ഓൾവേസ് y ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു 0 മാത്രം ചൂസ് ചെയ്യാതെ y ഈക്വൽ ടു എക്സ് അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് y ഈക്വൽ ടു എക്സും എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ y ഈക്വൽ ടു എക്സ് y ഈക്വൽ ടു 0 അങ്ങനെ മിക്സ് ചെയ്ത് പാർട്സ് ഫോളോ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഈ മൂന്നെണ്ണം കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഡിഫറെൻറ്റ് വാല്യൂ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ടെണ്ണം മാത്രം വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യുന്നതിനും ഭേദം നിങ്ങൾ മൂന്നെണ്ണം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്ക് എഫ് ഓഫ് 0 y 0 കിട്ടി. ഓക്കെ, അതായത് എക്സ് ഈക്വൽ ടു 0 കൊടുക്കാം, എലോങ് വൈ ആക്സസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അപ്രോച്ച് ചെയ്യുന്നത്. സോ എഗെയിൻ നമുക്ക് ആ വാല്യൂ 0 ആണ് കിട്ടുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ. ഇനി ലാസ്റ്റ് പാത്ത് നമ്മൾ y ഈക്വൽ ടു എക്സ് എടുത്ത് നോക്കാം. ഇതിപ്പോൾ രണ്ട് പാർട്സിലും നമുക്ക് 0 ആണ് കിട്ടിയത്. ഇപ്പം നിങ്ങൾ അത് വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാൻ നിൽക്കേണ്ട, അതായത് വൺ മോർ പാത്ത് ഇതുപോലെ ചൂസ് ചെയ്ത് നോക്കാം. y ഈക്വൽ ടു എക്സ്. അപ്പോൾ വൈക്ക് നിങ്ങൾ എക്സ് റീപ്ലേസ് ചെയ്യാം. സോ മൈനസ് എക്സ് ഇൻറ്റു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഇവിടെ എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ -1/2 ആൻസർ കിട്ടും. അപ്പോൾ ഈ പാത്ത് 3 അപ്രോച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് അലോങ് ദ ലൈൻ y ഈക്വൽ ടു എക്സ് അപ്രോച്ച് ചെയ്തപ്പോൾ നമുക്ക് വാല്യൂ കിട്ടിയത് ഇറ്റ്സ് നോട്ട് 0 അല്ലേ. പ്രീവിയസ് 2 പാർട്സിൽ 0 കിട്ടി, ഇവിടെ നമുക്ക് -1/2 കിട്ടി. ദാറ്റ് മീൻസ് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഡിഫറെൻറ്റ് വേസിൽ അപ്രോച്ച് ചെയ്തപ്പോൾ, ഡിഫറെൻറ്റ് പാർട്സിൽ അപ്രോച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ലിമിറ്റിൻ്റെ വാല്യൂ സെയിം അല്ല, ഡിഫറെൻ്റ് ആണ്. ഹെൻസ് ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഹെൻസ് ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 0 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് പോയിന്റ്സ്, അതായത് കണ്ടിന്യൂറ്റി അങ്ങനെയും ചോദിക്കാം. ഒരു സ്പെസിഫിക് പോയിന്റ് തന്നിട്ട് നമ്മുടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ ആ പർട്ടിക്കുലർ പോയിന്റിൽ അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഈ ഒരു ഫംഗ്ഷൻ, അതായത് ഈ സ്പെസിഫിക് ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റ് അല്ലെങ്കിൽ ഏത് പോയിന്റിലാണ് കണ്ടിന്യൂസ്, അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. At what points in the plane is the function g of xy equal to x square plus y square by x square minus 3x plus 2 continuous? അപ്പോൾ ഏത് പോയിന്റിലാണ് ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് g of xy എന്താ നോക്കാം. x square plus y square by x square minus 3x plus 2. അപ്പോൾ ഇവിടെ ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് പോളിനോമിയൽസ് ആണ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ. ഈ ഒരു ഫംഗ്ഷൻ, അതായത് ഇതിപ്പോൾ p/q ഫോമിലാണ് തന്നിരിക്കുന്നത് അല്ലേ. ഈ p ആൻഡ് q എന്ന് പറയുന്നത് ഇതേപോലെ പോളിനോമിയൽസ് ആണ്. നമുക്ക് സാധാരണ ഇപ്പോൾ q എന്ന് പറയുന്ന ഡിനോമിനേറ്റർ ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഈക്വൽ ടു 0 അല്ലെ, എങ്കിൽ മാത്രമേ അത് ഡിഫൈൻഡ് ആയിരിക്കുള്ളൂ. q ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്.
അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ദ ഫംഗ്ഷൻ വിൽ ബി അൺഡിഫൈൻഡ്, അതായത് നോട്ട് ഡിഫൈൻഡ് വെയർ ദ ഡിനോമിനേറ്റർ ഇസ് 0. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന g of xy എന്ന് പറയുന്നത് ഇതേപോലെ p/q ഫോർമുല തന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഡിനോമിനേറ്റർ 0 എവിടെയാണോ 0 ആയിരിക്കണം അവിടെ മാത്രം ആ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 0 ആയിട്ടുള്ള കേസ് കൺസിഡർ ചെയ്യാം. സോ ഡിനോമിനേറ്റർ എക്സ്പ്രഷൻ പോളിനോമിയൽ നമ്മൾ ഈക്വൽ ടു 0 കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? പ്രോഡക്റ്റ് 2ഉം സമ്മ് -3, ദാറ്റ് ഈസ് -1 -2 ആണ് ഫാക്ടേഴ്സ് വരിക. അപ്പോൾ x - 1 × x - 2 ഈക്വൽ ടു 0. ഇത് ഓരോന്നും ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ 1, 2 കിട്ടും. ദാറ്റ് മീൻസ് നമ്മൾ ഡിനോമിനേറ്റർ ആണ് ഇവിടെ 0 കൊടുത്തിരിക്കുന്നത്. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ g of x, y ഉണ്ട്. g of x, y എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആവുന്നത് ഡിനോമിനേറ്റർ 0 ആയിരിക്കും ഇവിടെ. അതായത് x = 1ലും x = 2ലും ഈ g of x, y നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ നോട്ട് ബി കണ്ടിന്യൂസ്. ക്ലിയർ ആയല്ലോ? ഇനി ന്യൂമറേറ്ററും പോളിനോമിയലാണ്. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ പോളിനോമിയൽസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കേസസ് വരുമ്പോൾ നിങ്ങൾ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കൊടുത്തിട്ട് ഈ വാല്യൂസ് കണ്ടുപിടിക്കാം. ആ വാല്യൂസ് ഒഴികെ ബാക്കി എല്ലാ വാല്യൂസിലും അത് കണ്ടിന്യൂസ് ആയിരിക്കും എഴുതി വെക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ കോൺസെപ്റ്റ്? ഇനി ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഒരു പോളിനോമിയലാണ്. ഓക്കെ, അതെന്തായാലും ഒരു പോളിനോമിയലിന്റെ കേസും നമ്മൾ കണ്ടിന്യൂറ്റി പറഞ്ഞിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എവ്രിവെയർ. ഓക്കെ, ആ എൻറ്റയർ പ്ലെയിനിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ the function is continuous for all the points x, y except x = 1 or x = 2. നമ്മുടെ കേസിൽ ഇപ്പോൾ g of x, y ന്യൂമറേറ്ററിൽ എക്സിന്റെ വൈയുടെ ടേംസിലുള്ള ഒരു പോളിനോമിയലും ഡിനോമിനേറ്ററിൽ എക്സിന്റെ ടേംസിലുള്ള ഒരു പോളിനോമിയലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ x = 1ഉം 2ഉം കണ്ടുപിടിച്ചു. ഈ 1 and 2 ഒഴികെ ബാക്കി എല്ലാ പോയിന്റ്സിലും നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. Next question, determine whether f of xy equal to cos y sin x by x. Okay, ഇവിടെ x, y not equal to 0 കൂടി കൺസിഡർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ f of xy തന്നിരിക്കുന്നത് cos y sin x by x when xy not equal to 0 and otherwise xy equal to 0 ആയിരിക്കുമ്പോൾ cos y ആണ് ഫംഗ്ഷന്റെ വാല്യൂ. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് 0, 0. അപ്പോൾ again നമുക്ക് കണ്ടിന്യൂറ്റി അറ്റ് 0, 0 ചെക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ 3 കണ്ടീഷൻസ് പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല വീണ്ടും. ആ 3 കണ്ടീഷൻസും ഓരോന്നും നമ്മൾ കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് ലിമിറ്റ് നമ്മൾ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്നത് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഡിഫൈൻഡ് ആണോ നോക്കാം. അപ്പോൾ എഫ് ഓഫ് 0, 0, അതായത് നമുക്കറിയാം എക്സും വൈയും 0 അല്ല. ഈ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് 0, 0 മീൻസ് എഫ് ഓഫ് എക്സ് വൈ വെൻ എക്സ് ഇസ് 0, വൈ ഇസ് 0. എക്സും വൈയും 0 ആയിരിക്കുമ്പോൾ കണ്ടീഷൻ ഫംഗ്ഷന്റെ വാല്യൂ cos y ആണ്. അതായത് cos y 0 അല്ലേ, അപ്പോൾ cos 0 ദാറ്റ് ഇസ് 1. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ്, അതായത് ആ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. സെക്കൻഡ് കണ്ടീഷൻ എടുക്കുക, ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0, 0 cos y sin x by x നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ലിമിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എക്സ് വൈ ഈക്വൽ ടു 0 കോസ് വൈയുടെ ടേം നമ്മൾ ആ ഫസ്റ്റ് കണ്ടീഷനിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് മനസ്സിലാക്കി. ഇനി ഫംഗ്ഷന്റെ വാല്യൂ വെൻ എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0, ആ കേസിൽ കോസ് വൈ ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് ആണ് ഫംഗ്ഷൻ അല്ലേ. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം നമ്മൾ. അതായത് കോസ് വൈ ലിമിറ്റിന്റെ പ്രോപ്പർട്ടീസിലില്ലേ, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് ഇൻഡിവിജ്വൽ ലിമിറ്റ്സ് ആയിട്ട് ആ ഫംഗ്ഷന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0, 0 കോസ് വൈ ഇൻറ്റു ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0, 0 സൈൻ എക്സ് ബൈ എക്സ്. ഈ സൈൻ എക്സ് ബൈ എക്സിന്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിനെ സെപ്പറേറ്റ് ചെയ്തു, കോസ് വൈനെ സെപ്പറേറ്റ് ചെയ്തു. ക്ലിയർ ആയല്ലോ? ഇനി ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0, 0 കോസ് വൈ എന്താ, ഈ വൈക്ക് 0 കൊടുക്കാം, എന്തായാലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, കോസ് 0 1 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0, 0 സൈൻ എക്സ് ബൈ എക്സിന്റെ വാല്യൂ നമ്മൾ പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചിട്ടുണ്ട്, 1 ആണ്. സോ 1 ഇൻറ്റു 1 നമുക്ക് ആൻസർ കിട്ടി 1 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും ഇനി അതായത് സെക്കൻഡ് ലിമിറ്റ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് കണ്ടുപിടിച്ചു. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്, സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. തേർഡ് വൺ ഞാൻ പറഞ്ഞു ഇത് രണ്ടിന്റെയും കമ്പൈൻഡ് ഫോം ആണ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കണ്ടീഷൻസിന്റെ കമ്പൈൻഡ് ഫോം ആണെന്ന് പറഞ്ഞു. അതായത് ആ കിട്ടിയ രണ്ട് ലിമിറ്റ് വാല്യൂസ് ഇല്ലേ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ഇപ്പൊ നമുക്ക് കിട്ടിയ രണ്ടിന്റെയും വാല്യൂസ് ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും വാല്യൂ നമുക്ക് കിട്ടിയത് എന്താ, 1 ആണ്. അപ്പൊ നമുക്ക് എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ്. കണ്ടോ, ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0, 0 കോസ് വൈ സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് എന്ന തേർഡ് കണ്ടീഷൻ പറഞ്ഞില്ലേ, അതായത് എഫ് ഓഫ് 0, 0
That is first one. അപ്പോൾ സെക്കൻഡ് വൺ ഈക്വൽ ടു ഫസ്റ്റ് വൺ, രണ്ട് വാല്യൂസും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് 0 0 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find fx and fy of f of xy equal to e raised to xy plus x cube minus y cube. So partial differential equation ആണ്. അപ്പോൾ നമുക്ക് അതായത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, നമുക്ക് ടേംസും റിലേറ്റഡ് ടു എക്സ് ആൻഡ് വൈ ടേംസ് തന്നിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് എഫ് എക്സ്, അതായത് ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സും അതേപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ഈ ടേംസ് എല്ലാം ഫെമിലിയർ ആയിരിക്കണം. എഫ് എക്സും എഫ് വൈ എന്ന് പറയുന്നത്, എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സും ആൻഡ് എഫ് വൈ എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ വൈ. ഇതിൽ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, രണ്ട് രീതിയിലും ചോദിക്കാം. മനസ്സിലാക്കി വെക്കുക സിമിലർ ടേംസ് ആണെന്ന്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എഫ് എക്സ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വി മസ്റ്റ് കീപ് വൈ ആസ് എ കോൺസ്റ്റന്റ്, ശരിയല്ലേ? അപ്പോൾ വൈ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. സോ ഇ റേസ് ടു എക്സ് വൈ പ്ലസ് എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ്, ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ എടുക്കാൻ പോകണം. വൈ കോൺസ്റ്റന്റ് ആക്കി വെക്കും. അപ്പോൾ എപ്പോഴും എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേംസ് മാത്രം എടുത്താൽ മതി. അപ്പോൾ വൈ ക്യൂബിന്റെ എന്തായാലും 0 ആയിരിക്കും അല്ലെ. ഇ റേസ് ടു എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ഇ റേസ് ടു എക്സ് വൈ തന്നെ ഇൻറ്റു, ഇനി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ വൈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വൈ ഇൻറ്റു, അതായത് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് നമ്മൾ കാണണം. വൈ കോൺസ്റ്റന്റ് മാറ്റി എഴുതി, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ വൈ ഇ റേസ് ടു എക്സ് വൈ, അതാണ് ഫസ്റ്റ് ടേം വരിക, പ്ലസ് എക്സ് ക്യൂബിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വൈ ഇല്ലല്ലോ, അപ്പോൾ 3x². ലാസ്റ്റ് ടേം വൈ ക്യൂബിന്റെ 0 ആയിപ്പോൾ. ക്ലിയർ ആയല്ലോ? അപ്പോൾ എഫ് എക്സ് ഇക്വൽ ടു വൈ റേസ് ടു എക്സ് വൈ പ്ലസ് 3x². അതേപോലെ തന്നെ എഫ് വൈ, ദാറ്റ് ഇസ് ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇ റേസ് ടു എക്സ് വൈ ഇൻറ്റു എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, അപ്പോൾ എക്സ് കോൺസ്റ്റന്റ്, വൈയുടെ ഡെറിവേറ്റീവ് 1. അപ്പോൾ എക്സ് ഇ റേസ് ടു എക്സ് വൈ മൈനസ്, അതായത് എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 0 വരും. വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേംസ് മാത്രം എടുത്താൽ മതി. മൈനസ് വൈ ക്യൂബ്, അതായത് മൈനസ് 3 ഇൻറ്റു വൈ സ്ക്വയർ. അപ്പോൾ എക്സ് ഇ റേസ് ടു എക്സ് വൈ മൈനസ് 3y². ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒരു ഫംഗ്ഷൻ തന്നിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ, അങ്ങനെയും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എഫ് എക്സ് ആൻഡ് എഫ് വൈ ഫോർ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് ആണ്. നമുക്കപ്പോൾ എന്തായാലും കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ടേം ആണ് എഫ് എക്സ്, അതായത് ഡോ എഫ് ബൈ ഡോ എക്സ്. അപ്പോൾ നമുക്ക് ജി എഫ് ഡാഷ്, അതായത് നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, എഫ് ബൈ ജിയുടെ ഡെറിവേറ്റീവ് കാണണമെങ്കിൽ ജി എഫ് ഡാഷ് മൈനസ് എഫ് ജി ഡാഷ് ഡിവൈഡ് ബൈ ജി സ്ക്വയർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതേപോലെ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ. എങ്ങനെയാണോ പഠിച്ചിരിക്കുന്നത് അതുപോലെ ആ റൂള് നമുക്കിവിടെ അപ്ലൈ ചെയ്തിട്ട് വേണം ഡെറിവേറ്റീവ് കാണാൻ. സോ എഫ് എക്സ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, ഇവിടെ എക്സ്, അതായത് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കുക. അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം പറഞ്ഞത്. ഇപ്പോൾ നെക്സ്റ്റ് കേസിൽ വരുമ്പോൾ ഇതേപോലെ എഫ് വൈയുടെ കേസ് ആണെങ്കിൽ എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കോഷ്യൻ റൂളിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, കാരണം ന്യൂമറേറ്ററിൽ എക്സ് ആണ്, അത് കോൺസ്റ്റന്റ് ആണ്, മാറ്റി എഴുതിയാൽ മതി. അപ്പോൾ 1/x² പ്ലസ് y² അതിൻ്റെ ഡെറിവേറ്റീവ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആയോ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഫ് എക്സ് കാണാം. ഓക്കെ, അപ്പോൾ ജി എഫ് ഡാഷ്, അതായത് x² പ്ലസ് y² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് 1 ആണ് വരിക. മൈനസ് ഇത് ഡോ ബൈ ഡോ എക്സിൽ എടുത്ത് പറയാൻ കാരണം നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് കാണുന്നത്. നെക്സ്റ്റ് മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ്, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് x² പ്ലസ് y² വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ടേം എന്ത് വരും? x² ഡെറിവേറ്റീവ് 2x, y² 0 ആയിരിക്കും അല്ലേ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ബാക്കി ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ അതങ്ങനെ തന്നെ എഴുതുക ഡിനോമിനേറ്ററിൽ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ x² പ്ലസ് y² ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു 2x ബൈ x² പ്ലസ് y² ഹോൾ സ്ക്വയർ. ഇനി ഈ എക്സ് ഇൻറ്റു 2x ആണ്, മൈനസ് ഉണ്ട്. സോ x² പ്ലസ് y² മൈനസ് 2x², ജസ്റ്റ് ഈ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം.
ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഈ എക്സ് സ്ക്വയർ മൈനസ് 2x സ്ക്വയർ എന്താ മൈനസ് എക്സ് സ്ക്വയർ. വൈ സ്ക്വയർ ഓൾറെഡി പ്ലസ് ഉണ്ട്, ഇത് ജസ്റ്റ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതിയാലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടേം ആദ്യം എഴുതിയിട്ട് അത് എങ്ങനെയാലും കുഴപ്പമില്ല, സെയിം തന്നെ. വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇനി ഇത് ഫർദർ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി സിംപ്ലിഫൈഡ് ഫോം ആണ്. നെക്സ്റ്റ് ഇനി എഫ് വൈ കാണാം അല്ലേ. എഫ് വൈ ഇത് ഞാൻ കോഷൻ റൂൾ പോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ 1/x² പ്ലസ് വൈ സ്ക്വയർ, അതായത് ഈ ഒരു ടേമിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതായത് ഓൾറെഡി ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ക്ലിയർ ആയോ? സോ ജി എഫ് ഡാഷ് അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഈ ഒരു ടേം എന്തായാലും നമുക്ക് 0, കാരണം എക്സ് കോൺസ്റ്റന്റ് അല്ലേ, വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദെൻ മൈനസ് എക്സ് ഇൻറ്റു ഡോ ബൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി മൈനസ് അതായത് ഫസ്റ്റ് ടേം 0 ആയിപ്പോൾ, ആൻഡ് നെക്സ്റ്റ് ടേം മൈനസ് എക്സ് ഇൻറ്റു ഡോ ബൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താ 2y മാത്രമേ വരുള്ളൂ, എക്സ് സ്ക്വയറിൻ്റെ 0 ആയിപ്പോൾ. അപ്പോൾ മൈനസ് എക്സ് ഇൻറ്റു 2y ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. ക്ലിയർ ആയല്ലോ. സോ മൈനസ് 2xy ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എക്സ് മാറ്റി എഴുതാം, കാരണം എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൽ എക്സ് മാറ്റി എഴുതാം. നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ വൈ ആണ്. വൈയുടെ ടേംസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ എക്സ് ഓൾറെഡി ന്യൂമറേറ്ററിൽ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് മാറ്റി എഴുതാം. ഇനി ഡോ ബൈ ഡോ വൈ ഓഫ് 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ, അതായത് ഈ 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ റേസ് ടു -1 ഇങ്ങനെയും എഴുതാം. ക്ലിയർ ആയല്ലോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, nx റേസ് ടു n-1 എഴുതില്ലേ, അത് ചെയ്യുക. അപ്പോൾ nx റേസ് ടു n-1 പറഞ്ഞാൽ ഇത് റേസ് ടു -2 വരും. അതായത് ഇത് താഴേക്ക് പോകുമ്പോൾ ഹോൾ സ്ക്വയർ വരും, 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ വരും ഇൻറ്റു ഡെറിവേറ്റീവ്, അതായത് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, അത് നമുക്ക് ഇതേപോലെ 2y ആണ് വരിക. മനസ്സിലായോ? അപ്പോൾ ഓൾറെഡി നമുക്കിത് കിട്ടി അല്ലേ, 2y ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്. ഇനി നെക്സ്റ്റ് ഇവിടെ ഒരു മൈനസ് വരും, കാരണം 1/xന്റെ നമുക്കറിയാം -1/x സ്ക്വയർ ആണ് അല്ലേ, അപ്പോൾ അങ്ങനെയാണ് മൈനസ് കിട്ടുക. സോ ആ മൈനസ് വരും. അത് മാത്രമല്ല ഈ ഒരു എക്സ് നമ്മൾ മാറ്റി എഴുതി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം, ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് അത് ചെയ്താൽ മതി. ഇതാണ് ഈസിയർ, അത് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ കോഷൻ റൂൾ അപ്ലൈ ചെയ്യണം എന്നില്ല, ഞാൻ അതേ ഒരു പാറ്റേണിൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു എന്ന് മാത്രം. ജസ്റ്റ് 1/xന്റെ -1/x സ്ക്വയർ ആണ്. പക്ഷെ ഇവിടെ എക്സിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയതുകൊണ്ട് അത് ചെയിൻ റൂൾ ആയിട്ട് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പ്രോഡക്റ്റായി എഴുതണം, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് ലോഗ് വൈ പ്ലസ് വൈ ലോഗ് എക്സ്, ഷോ ദാറ്റ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഈക്വൽ ടു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. ഇത് ഓൾറെഡി നമ്മൾ മിക്സഡ് ഡെറിവേറ്റീവ് തിയറം ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അത് പല പ്രോബ്ലംസിൽ ഇതേപോലെ ചില കേസസിൽ നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ രണ്ട് സെപ്പറേറ്റ് പാർട്സ് ആയിട്ട് എടുക്കുക. അതായത് ഫസ്റ്റ് വൺ LHS ഇവാലുവേറ്റ് ചെയ്യാം, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഡോ എഫ് ബൈ ഡോ വൈ കാണണം അല്ലേ, എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഡോ എഫ് ബൈ ഡോ വൈ കാണാം. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈയിൽ വൈയുടെ ടേംസ് മാത്രം കൺസിഡർ ചെയ്യാം. ഈ രണ്ട് ടേംസിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ എക്സ് ഇൻറ്റു ലോഗ് വൈയിൽ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ മാറ്റി എഴുതി അല്ലേ. ഇനി ലോഗ് വൈയുടെ 1/y ആണ്, അപ്പോൾ എക്സ് ബൈ വൈ പ്ലസ് വൈ ലോഗ് എക്സിൻ്റെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യണേ. അപ്പോൾ ലോഗ് എക്സ് കോൺസ്റ്റൻ്റ് ആണ്, മാറ്റി എഴുതി. വൈയുടെ ഡെറിവേറ്റീവ് 1, അപ്പോൾ ലോഗ് എക്സ് വന്നു. ക്ലിയർ ആയല്ലോ. അങ്ങനെയാണ് എക്സ് ബൈ വൈ പ്ലസ് ലോഗ് എക്സ് കിട്ടിയത്. അതൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇപ്പം കിട്ടിയ ഒരു ഇക്വേഷൻ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ആദ്യം ചെയ്തു, ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പം കിട്ടിയ ഇക്വേഷൻ അതായത് ഡിഫറൻഷിയേറ്റിംഗ് 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ത്രൂ ഔട്ട് നമ്മൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ബൈ വൈ എന്ത് വരും, അതായത് 1/y കോൺസ്റ്റന്റ്
എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് log എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്. അപ്പോൾ 1 ബൈ വൈ പ്ലസ് 1 ബൈ എക്സ് ജസ്റ്റ് എൽ സി എം എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ബൈ എക്സ് വൈ കിട്ടും. ഇത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ആർ എച്ച് എസിന്റെ കേസിൽ നമുക്ക് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് കാണാം. അതായത് ആദ്യം ഡോ എഫ് ബൈ ഡോ എക്സ് കാണാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്താണെന്ന് അറിയാലോ, ഡോ എഫ് ബൈ ഡോ എക്സ് കാണാം. സോ ഇ റേസ് ടു എക്സിൻ്റെയും എല്ലാ ടേംസിലും എക്സ് ഉണ്ട് അല്ലേ, അപ്പോൾ എല്ലാ ടേംസിൻ്റെയും ഡെറിവേറ്റീവ് കാണാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇ റേസ് ടു എക്സിൻ്റെ അത് തന്നെ വരും. എക്സ് ലോഗ് വൈയുടെ എന്ത് വരും, ലോഗ് വൈ കോൺസ്റ്റന്റ് മാറ്റി എഴുതി എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, അപ്പോൾ ലോഗ് വൈ മാത്രമേ വരുള്ളൂ. പ്ലസ് വൈ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൈ കോൺസ്റ്റന്റ് ആണ്, ലോഗ് എക്സിൻ്റെ 1 ബൈ എക്സ് ആണ്, അപ്പോൾ വൈ ബൈ എക്സ് വരും. ഇത് ഇക്വേഷൻ 3 ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇപ്പോൾ കിട്ടിയ ഇക്വേഷന് വിത്ത് റെസ്പെക്ട് ടു എന്ത് ചെയ്യണം, വൈ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് 3 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. ക്ലിയർ ആയല്ലോ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. സോ ആ ടേംസ് നോക്കുക, അതായത് ഈ തേർഡ് ഇക്വേഷന് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇ റേസ് ടു എക്സിൻ്റെ കൺസിഡർ ചെയ്യേണ്ടത് 0 ആയിരിക്കും. ലോഗ് വൈയുടെ 1 ബൈ വൈ വരും, വൈ ബൈ എക്സിൻ്റെ 1 ബൈ എക്സ് വരും. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ 1 ബൈ വൈ പ്ലസ് 1 ബൈ എക്സ് എന്താ, അഗെയിൻ എക്സ് പ്ലസ് വൈ ബൈ എക്സ് വൈ. ഇനി ആ 2ഉം 4ഉം കമ്പയർ ചെയ്യൂ, ഇക്വേഷൻസ് രണ്ടും ഈക്വൽ ആയിട്ടാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ സിൻസ് അതായത് സോറി ഇത് 2 ആണ് കേട്ടോ. സിൻസ് ഇക്വേഷൻ 2 is equal to equation 4, hence prove dou square f by dou x dou y equal to dou square f by dou y dou x. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ മിക്സഡ് ഡെറിവേറ്റീവ് തിയറം പ്രൂവ് ചെയ്യുന്ന മോഡൽ തന്നെയാണ്. പ്രൂവ് dou square f by dou x dou y equal to dou square f by dou y dou x if f of xy equal to xy square plus x square y cube plus x cube y raised to 4. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതേപോലെ എൽ എച്ച് എസും ആർ എച്ച് എസും സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഡോ എഫ് ബൈ ഡോ വൈ കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ വൈയുടെ ടേംസ് എല്ലാ ടേംസും വൈയുടെ ടേംസ് ആണ്, എല്ലാം എക്സും വൈയും ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ ടേംസ് ഉണ്ട്. അപ്പോൾ രണ്ട് കേസസിൽ നമ്മൾ എല്ലാ ടേംസും കൺസിഡർ ചെയ്യാം. ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ എക്സ് വൈ സ്ക്വയറിൻ്റെ എന്ത് വരും, എക്സ് കോൺസ്റ്റന്റ് മാറ്റി എഴുതി 2y, അതായത് 2xy. ഓക്കെ, പ്ലസ് എക്സ് സ്ക്വയർ വൈ ക്യൂബിൻ്റെ എന്ത് വരും, എക്സ് സ്ക്വയർ ഇൻറ്റു 3y സ്ക്വയർ, അപ്പോൾ 3x സ്ക്വയർ വൈ സ്ക്വയർ കിട്ടും. And last one x cube y raised to 4ന്റെ x cube into 4y cube, that is 4x cube y cube കിട്ടും. അത് ഇക്വേഷൻ 1 ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഡിഫറൻഷിയേറ്റിംഗ് ദിസ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ആദ്യം വിത്ത് റെസ്പെക്ട് ടു y ചെയ്തു, പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇവിടെ 2xyയുടെ എന്ത് വരും, 2y ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, അതായത് 2y. നെക്സ്റ്റ് ടേം എന്തായിരിക്കും, 3x സ്ക്വയർ വൈ സ്ക്വയർ, അതായത് 3y സ്ക്വയർ കോൺസ്റ്റന്റ് എക്സ് സ്ക്വയറിൻ്റെ 2x, അതായത് അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 6xy സ്ക്വയർ. ഓക്കെ, രണ്ട് ടേംസ് കിട്ടി. ആൻഡ് ലാസ്റ്റ് വൺ 4x ക്യൂബ് വൈ ക്യൂബിൻ്റെ 4y ക്യൂബ് കോൺസ്റ്റന്റ് എക്സ് ക്യൂബിൻ്റെ 3x സ്ക്വയർ, അപ്പോൾ 12x സ്ക്വയർ വൈ ക്യൂബ്. ഇതാണ് നമുക്ക് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എൽ എച്ച് എസ് പോർഷൻ. അത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് അഗെയിൻ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് കാണാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഡോ എഫ് ബൈ ഡോ എക്സ് കാണാം, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആദ്യം കാണാം, അതായത് ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ് ആദ്യം കാണാം. ആ ഒരു ഓർഡറിൽ നിങ്ങൾ റൈറ്റ് മോസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു ഓർഡറിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരാം. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് നമുക്ക് കിട്ടുന്നത് എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ വൈ സ്ക്വയർ പ്ലസ് 2x ഇൻറ്റു വൈ ക്യൂബ് പ്ലസ് 3x സ്ക്വയർ ഇൻറ്റു വൈ റേസ് ടു 4, അതായത് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ക്യൂബ് പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു വൈ റേസ് ടു 4. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ടേംസ് കിട്ടി വൈ സ്ക്വയർ പ്ലസ് 2xy ക്യൂബ് പ്ലസ് 3x സ്ക്വയർ വൈ റേസ് ടു 4. ഇതൊരു ഇക്വേഷൻ തേർഡ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇപ്പോൾ കിട്ടിയ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് കിട്ടും അല്ലേ. ഈ കിട്ടിയ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ പറയുമ്പോൾ ഫസ്റ്റ് ടേം 2y, സെക്കൻഡ് ടേം 2x ഇൻറ്റു വൈ ക്യൂബിൻ്റെ 3y സ്ക്വയർ അല്ലേ. ആൻഡ് ലാസ്റ്റ് ടേം 3x സ്ക്വയർ വൈ റേസ് ടു 4 എന്ത് വരും, 3x സ്ക്വയർ മാറ്റി എഴുതുക കോൺസ്റ്റന്റ് ഇൻറ്റു വൈ റേസ് ടു 4ന്റെ 4y ക്യൂബ്. സോ ഫൈനലി സിംപ്ലിഫൈ ചെയ്താൽ 2y പ്ലസ് 6x
y square plus 12x square y cube. ഇനി ലാസ്റ്റ് നമുക്ക് ഇപ്പോൾ കിട്ടിയ ആ സെക്കൻഡ് ആൻഡ് ഫോർത്ത് ഇക്വേഷൻസ് രണ്ടും സെയിം ആണ്. ഹെൻസ് പ്രൂവ്ഡ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഈക്വൽ ടു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. Next question. Compute all second order partial derivatives of f of xy equal to x square sin y plus y square cos x. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഫൈൻഡ് എഫ് എക്സ് ആൻഡ് എഫ് വൈ അല്ലെങ്കിൽ ഓൾ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്. ഈ ഓൾ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് സപ്പോസ് എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ എഫ് എക്സ് എഫ് വൈ എഫ് എക്സ് വൈ നമുക്കറിയാം എഫ് വൈ എക്സും എഫ് എക്സ് വൈ എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, എഫ് എക്സ് എക്സ് എഫ് വൈ വൈ ഇതൊക്കെയാണ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് ഇങ്ങനെ പോവാം. അപ്പോൾ ഫൈനലി അത് ഏത് വരെ നമുക്ക് കണ്ടുപിടിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഫൈനലി കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് 0 ആണ് കിട്ടുക ലാസ്റ്റ്. പിന്നെ ടേംസ് ഒന്നും കിട്ടില്ല. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ കമ്പ്യൂട്ട് ഓൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫ് എക്സും എഫ് വൈയും കണ്ടുപിടിച്ചാൽ മതി. സെക്കൻഡ് ഓർഡർ വരുമ്പോഴാണ് ഈ പറഞ്ഞ എഫ് എക്സ് വൈ എഫ് വൈ എക്സ് അതൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. ക്ലിയർ ആയി? എഫ് എക്സ് എക്സ് അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ നമുക്ക് എഫ് എക്സ് എക്സും എഫ് വൈ വൈയും നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം. സോ ഡോ എഫ് ബൈ ഡോ എക്സ്, അതായത് ആദ്യം നമുക്ക് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ കാണണം അല്ലെ, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പോൾ അതിന് ആദ്യം എഫ് എക്സ് കാണാം, ഡോ എഫ് ബൈ ഡോ എക്സ്. സോ എല്ലാത്തിലും എക്സിൻ്റെ ടേംസ് ഉണ്ട്, രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എക്സ് സ്ക്വയർ സൈൻ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ സൈൻ വൈ മാറ്റി എഴുതാം. എക്സ് സ്ക്വയറിൻ്റെ ടു എക്സ് സൈൻ വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ 2 സൈൻ വൈ അതായത് 2x സൈൻ വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു മൈനസ് സൈൻ എക്സ്. അപ്പോൾ 2x സൈൻ വൈ മൈനസ് വൈ സ്ക്വയർ സൈൻ എക്സ്. ഇതാണ് എഫ് എക്സ് കേട്ടോ. ഇനി അതിൻ്റെ എഗെയിൻ വൺസ് മോർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടും, എഫ് എക്സ് എക്സ്, അതായത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ 2 സൈൻ വൈ. ഇനി മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, മൈനസ് അങ്ങനെ തന്നെ ഉണ്ടാവും. സോ മൈനസ് വൈ സ്ക്വയർ കോസ് എക്സ്. ഇത് ഒരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ നമുക്ക് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ കാണണം. അപ്പോൾ ആദ്യം എഫ് വൈ കാണാം, ഡോ എഫ് ബൈ ഡോ വൈ. സോ അഗെയിൻ ബാക്ക് ടു ദ ഫംഗ്ഷൻ. എഫ് വൈ ആണ് കാണേണ്ടത്. ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാം. എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ്, സൈൻ വൈയുടെ കോസ് വൈ അല്ലേ, പ്ലസ് കോസ് എക്സ് കോൺസ്റ്റന്റ്, വൈ സ്ക്വയറിൻ്റെ 2y. സോ വി ഗെറ്റ് എക്സ് സ്ക്വയർ കോസ് വൈ പ്ലസ് 2y കോസ് എക്സ്. ഇനി വൺസ് മോർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് വൈ വൈ കിട്ടും. ദാറ്റ് ഇസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ. സോ എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ് ഇൻറ്റു കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ ആണ്. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ സൈൻ വൈ പ്ലസ് ഇനി 2 കോസ് എക്സ് കോൺസ്റ്റന്റ് മാറ്റി എഴുതുക, വൈയുടെ ഡെറിവേറ്റീവ് 1. സോ പ്ലസ് 2 കോസ് എക്സ്. അതൊരു സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഒരു സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കൂടി ഉണ്ട്. നമ്മുടെ അടുത്ത് എല്ലാം സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് കാണാൻ പറഞ്ഞു. നമ്മൾ എഫ് എക്സ് എക്സ് കണ്ടു, എഫ് വൈ വൈ കണ്ടു. ഇനി നമുക്ക് എഫ് എക്സ് വൈ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഫ് വൈ എക്സ് കാണാം. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ മിക്സഡ് ഡെറിവേറ്റീവ് തിയറത്തിൽ പഠിച്ചു. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കാണാം. ഒന്നെങ്കിൽ എഫ് എക്സ് വൈ കാണാം അല്ലെങ്കിൽ എഫ് വൈ എക്സ് കാണാം. സോ ഇവിടെ എഫ് എക്സ് വൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡോ എഫ് ബൈ ഡോ വൈ കാണണം. അത് കഴിഞ്ഞിട്ട് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ എഫ് വൈ എന്ന് പറയുന്നത് ആദ്യം എക്സ് സ്ക്വയർ കോസ് വൈ പ്ലസ് 2y കോസ് എക്സ് ആണ്. അത് ഓൾറെഡി നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ. എഫ് വൈ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. ഇനി എഫ് വൈനെ വിത്ത് റെസ്പെക്ട് ടു എന്താ ചെയ്യേണ്ടത്, എക്സ്. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ കോസ് വൈ കോൺസ്റ്റന്റ്, എക്സ് സ്ക്വയറിൻ്റെ 2x വരും, ശരിയല്ലേ? അപ്പോൾ 2x കോസ് വൈ. ഇനി 2y കോസ് എക്സിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യണത്. അപ്പോൾ 2y കോൺസ്റ്റന്റ്, കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം മൈനസ് 2y സൈൻ എക്സ് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇതൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്കറിയാം മിക്സഡ് ഡെറിവേറ്റീവ് തിയറം പ്രകാരം. ഓക്കെ,
ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സും ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈയും സെയിം ആണ്. ഹെൻസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ വൈ ഡോ എക്സും എന്ത് തന്നെയാണ്, ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ തന്നെയാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് എഗെയിൻ ഇരുന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് എഴുതി വെക്കുക, ഈ ഒരു ഹയർ ഓർഡർ ഡെറിവേറ്റീവ് സെയിം ആയതുകൊണ്ട് ഇതാണ് എക്സ്പ്രഷൻ എന്നുള്ളത്. Next question, find the slope of the surface z equal to root of 3x plus 2y at the point 4, 2 in the x and y directions. Okay. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ അടുത്ത് ഒരു സർഫസ് തന്നിട്ടുണ്ട്, z equal to root of 3x plus 2y. പോയിന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് 4,2. നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കണം എക്സ് ആൻഡ് വൈ ഡയറക്ഷൻസിൽ. ഓക്കെ, ഇപ്പം ഇങ്ങനെയും ചോദിക്കാം. ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് പോലെ. അതായത് സ്ലോപ്പ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താ, ആ സർഫസിന് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് ഡോ സെഡ് ബൈ ഡോ എക്സ് റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കണം. അതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 3x plus 2yൻ്റെ ഡിഫറൻഷ്യൽ, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. സാധാരണ നമ്മൾ റൂട്ട് എക്സിൻ്റെ എന്താ ചെയ്യാറ്, 1/2 റൂട്ട് എക്സ് എന്നാണ് എഴുതാറ് അല്ലേ. പക്ഷേ ഇവിടെ ആദ്യം അത് എഴുതാം 1/2 റൂട്ട് 3x plus 2y എന്ന് എഴുതാം. പിന്നെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക, അതായത് ആ റൂട്ടിനുള്ളിലത്തെ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കണം. അപ്പോൾ y കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 3x plus 2yയിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ 3 മാത്രമേ വരുള്ളൂ അല്ലേ. എക്സിൻ്റെ 1 ആണ്, 2yയുടെ 0 ആണ്. സോ 3 divided by 2 into root of 3x plus 2y. ഇനി നമുക്ക് at the point 4,2 കണ്ടുപിടിക്കണം സ്ലോപ്പ്. സോ ഡോ സെഡ് ബൈ ഡോ എക്സ് at the point 4,2 എന്ന് പറയുന്നത് ഈ എക്സിന് 4 കൊടുക്കുക, വൈക്ക് 2 കൊടുക്കുക. സോ 3 into 4 plus 2 into 2 റൂട്ടിൻ്റെ ഉള്ളിൽ വരും. 3 divided by 2 root 16, അതായത് 3/8 ആണ് ആൻസർ. ഇതേപോലെ സ്ലോപ്പ് ഇൻ ദ വൈ ഡയറക്ഷനും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡോ സെഡ് ബൈ ഡോ വൈ, അതായത് 1/2 റൂട്ട് 3x plus 2y ഇൻറ്റു ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ 2 മാത്രമേ വരുള്ളൂ. അപ്പോൾ 2 divided by 2 into root 3x plus 2y. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1/root 3x plus 2y. ഇനി at the point 4,2 ഡോ സെഡ് ബൈ ഡോ വൈ സ്ലോപ്പ് കാണാം. അപ്പോൾ 1 divided by root of 3 into 4 plus 2 into 2, 1/root 16, അതായത് 1/4 ആണ് ആൻസർ. Next question, use chain rule to find dz by dt for z equal to log of x square plus y square where x equal to t square and y equal to root t. ഇപ്പോൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി z എന്താണെന്ന് തന്നിട്ടുണ്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. ഓക്കെ, നമുക്ക് dz by dt ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ z എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ് ആൻഡ് വൈ ആണ്, വേർ എക്സ് ആൻഡ് വൈ ബോത്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ അനദർ വേരിയബിൾ t. ക്ലിയർ ആയല്ലോ? അപ്പോൾ ചെയിൻ റൂൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്, dz by dt is given by dou z by dou x into dx by dt plus dou z by dou y into dy by dt. ഇത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് തിയറിയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നതെന്ന്. കാരണം z എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ മോർ ദാൻ 1 വേരിയബിൾ എക്സ് ആൻഡ് വൈ. അതുകൊണ്ട് നമുക്ക് dz by dx എന്ന് ഒരിക്കലും എഴുതാൻ പറ്റില്ല, dou z by dou x എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇൻറ്റു ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, എക്സ് വേറൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതും കംപ്ലീറ്റ്ലി ഓൺ ടി ആണ് ഡിപ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ സപ്പോസ് ടിയിൽ കൂടുതൽ വേറെ വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. ഇവിടെ ഇപ്പോൾ ഓൺലി ഓൺ ടി അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, സോ dx by dt എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? ഇവിടെ ഇപ്പോൾ സപ്പോസ് അത് ഒരു പ്രോബ്ലം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ആ ഒരു ഡിഫറൻസ്. അപ്പോൾ dz by dt നമുക്ക് എങ്ങനെ കിട്ടുക, z 2 വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും. അപ്പോൾ ആ 2 ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യണം. അപ്പോൾ dou z by dou x ഇൻറ്റു ഇവിടെ എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം പ്രോഡക്റ്റ് ആയിട്ട്, പ്ലസ് അഗെയിൻ ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. അപ്പോൾ ഇതിൽ ഓരോ ടേംസും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഡയറക്റ്റ് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഓരോ ടേംസും സെപ്പറേറ്റ് ആയി കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടേംസ് എല്ലാം സെപ്പറേറ്റ് ആയി കണ്ടുപിടിച്ചോളൂ. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ഫോർമുലയിൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഡോ സെഡ് ബൈ ഡോ എക്സ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പോൾ സെഡ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്താ വരിക, ലോഗ് ഓഫ് ഫംഗ്ഷൻ വന്നത് 1/, അതിൻ്റെ ഡെറിവേറ്റീവ് 1/, ആണ്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ, അപ്പോൾ 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതും പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ മാത്രമേ വരുള്ളൂ, വൈ സ്ക്വയർ 0 അല്ല, സോ 2x. അപ്പോൾ 2x by x square plus y square. ക്ലിയർ ആയല്ലോ? ഇനി അഗെയിൻ ഡോ z by ഡോ y.
ഇപ്പോൾ ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ ഇതേപോലെ z വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ ലോഗ് ഫംഗ്ഷൻ ലോഗ് എക്സിൻ്റെ 1/log x ആണ്. ഇവിടെ ഇപ്പോൾ x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇനി ഇൻ ടു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ടേം 0 ആയിപ്പോൾ വൈ സ്ക്വയറിൻ്റെ 2y വരും. സോ 2y ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ ആണ്, വൈ ഈക്വൽ ടു റൂട്ട് ടി ആണ്. അപ്പോൾ നമുക്ക് ഡി എക്സ് ബൈ ഡി ടിയും ഡി വൈ ബൈ ഡി ടിയും കാണാം. ഡി എക്സ് ബൈ ഡി ടി എന്താ 2t ആണ്. ആൻഡ് ഡി വൈ ബൈ ഡി ടി റൂട്ട് എക്സിൻ്റെ 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ 1/2 റൂട്ട് ടി. ഫൈനലി ഡി സെഡ് ബൈ ഡി ടിയിൽ ഇപ്പോൾ കിട്ടിയ ടേംസിൽ നമ്മൾ ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാൻ ഓരോന്നും സെപ്പറേറ്റ് ആയി കണ്ടുപിടിച്ചിട്ട് ഫൈനലി ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 2x by x square plus y square into 2t plus 2y by x square plus y square into 1/2 root t. Okay. ഇനി ഫൈനലി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് x equal to t square and y equal to root t. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് dz by dt ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റ്ലി ഇൻ ടേംസ് ഓഫ് t. അവിടെ എക്സും വൈയും വരാൻ പാടില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ ഇതിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ ആയി എന്നല്ല, എക്സ് ആൻഡ് വൈനെ ഇൻ ടേംസ് ഓഫ് ടി കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യണം. നമുക്ക് ക്വസ്റ്റ്യൻ്റെ എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ തന്നിട്ട് വൈ ഈക്വൽ ടു റൂട്ട് ടി തന്നിട്ട്, അപ്പോൾ ഇപ്പോൾ ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ അതിൽ എക്സ് ആൻഡ് വൈ എല്ലാം റീപ്ലേസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫൈനൽ സൊല്യൂഷൻ എന്തായിരിക്കും? അപ്പോൾ കംപ്ലീറ്റ്ലി ഇൻ ടേംസ് ഓഫ് ടി ആയിരിക്കും. ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ എപ്പോഴും ആൻസർ എക്സ്പ്രസ് ചെയ്യുക സൊല്യൂഷൻ. സോ ഇവിടെ 2 into 2 എന്ന് പറയുന്നത് 4 ആണ്. 4 into x into t. t ഇപ്പോൾ ഓൾറെഡി അങ്ങനെ തന്നെ എഴുതട്ടെ. x എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ്. അപ്പോൾ 4 into t square into t. ഓക്കെ, ക്ലിയർ ആയോ? ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതായത് എക്സ് ടി സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ എന്താവും? ടി സ്ക്വയർ ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് ടി റേസ് ടു 4. ഓക്കെ, പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ടിയുടെ സ്ക്വയർ, അതായത് ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കത് ടി റേസ് ടു 4 പ്ലസ് ടി കിട്ടും. ഓക്കെ, ആൻഡ് ഇവിടെ 4t ക്യൂബ് ആണ്. ഇവിടെ 4t ക്യൂബ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലായല്ലോ? എക്സും വൈനെയും ഇൻ ടേംസ് ഓഫ് ടി റീപ്ലേസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി. ആൻഡ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഇതേപോലെ 2 ഇൻറ്റു വൈ എന്ന് പറയുന്നത് ഇതേപോലെ ഓൾറെഡി ഇവിടെ 2 2 ക്യാൻസൽ ആയിട്ടോ. ഓക്കെ, ഇനി വൈ എന്ന് പറയുന്നത് റൂട്ട് ടി ആണ്. അഗെയിൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താ വരിക? ഈ സെയിം ഇവിടുത്തെ ടേം തന്നെ വരും. ടി റേസ് ടു 4 പ്ലസ് ടി വരും. ആൻഡ് അഗെയിൻ ഇവിടെ ഒരു റൂട്ട് ടി ഉണ്ട്. അപ്പോൾ റൂട്ട് ടിയും ക്യാൻസൽ ആയി. അപ്പോൾ ഇവിടെ 1/t റേസ് ടു 4 പ്ലസ് ടി മാത്രമേ വരുള്ളൂ. ക്ലിയർ ആയല്ലോ? 1/t റേസ് ടു 4 പ്ലസ് ടി. ഇനി ഓൾറെഡി ഫസ്റ്റ് ടേമിൽ ഡിനോമിനേറ്റർ എന്താ? ടി റേസ് ടു 4 പ്ലസ് ടി ആണ്. അപ്പോൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ 1/t റേസ് ടു 4 പ്ലസ് ടി കോമൺ നമ്മൾ ഔട്ട് സൈഡ് എഴുതി. ഇനി ന്യൂമറേറ്റർ, ഫസ്റ്റ് ടേമിൻ്റെ ന്യൂമറേറ്റർ ഞാൻ പറഞ്ഞ 4t ക്യൂബ് ആണ്. ആൻഡ് സെക്കൻഡ് ടേമിൽ ഓൾറെഡി ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ, അത് ഔട്ട് സൈഡ് എടുത്ത് അവിടെ 1 വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ 4t ക്യൂബ് പ്ലസ് 1 ഡിവൈഡ് ബൈ ടി റേസ് ടു 4 പ്ലസ് ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഡോ സെഡ് ബൈ ഡോ യു ആൻഡ് ഡോ സെഡ് ബൈ ഡോ വി ഫോർ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 3x സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ where x is a function of u and v, also y is function of u and v. ക്ലിയർ ആയല്ലോ? അപ്പോൾ x എന്ന് പറയുന്നത് 3u പ്ലസ് 2vയും y എന്ന് പറയുന്നത് 4u മൈനസ് വിയും. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പോൾ നമ്മൾ പ്രീവിയസ് പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ്? z ഡിപ്പെൻഡ്സ് അപ്പോൺ x ആൻഡ് y അല്ലേ? z എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ x ആൻഡ് y, where x and y both depend only on t, ഒറ്റൊരു വേരിയബിൾ. അതുകൊണ്ട് നമുക്ക് dz by dt എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. z കംപ്ലീറ്റ്ലി ഇൻ ടേംസ് ഓഫ് ടി. പക്ഷേ ഈ ഒരു കേസിൽ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിൽ z ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ് ആൻഡ് വൈ അല്ലേ? z ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ് ആൻഡ് വൈ, ബട്ട് എക്സ് ആൻഡ് വൈ ഡിപ്പെൻഡ്സ് അപ്പോൺ യു ആൻഡ് വി. അപ്പോൾ ഒരിക്കലും നമുക്ക് dz by du എന്ന് എഴുതാൻ പറ്റില്ല. ബിക്കോസ് ഡോ സെഡ് ബൈ ഡോ യു, ഡോ സെഡ് ബൈ ഡോ വി പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കൺസിഡർ ചെയ്യാം. കാരണം ഒരു വേരിയബിൾ അല്ല, ഒന്നിൽ കൂടുതൽ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ക്ലിയർ ആയല്ലോ? ആ ഡിഫറൻസ് മനസ്സിലാക്കുക. പിന്നെ വേരിയബിൾസ് എങ്ങനെയാണോ ക്വസ്റ്റ്യനിൽ എങ്ങനെ വേണമെങ്കിലും മാറ്റിത്തരാം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് വേണം പ്രോബ്ലംസ് ചെയ്യാൻ. ഒറ്റൊരു എക്സും വൈയും മാത്രം, അല്ലെങ്കിൽ ഇതിപ്പോൾ 6 ST അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം.
ഓക്കെ, ഈ യു ആൻഡ് വി തന്നെ എപ്പോഴും ചോദിക്കണം എന്നില്ല. ആർ എസ് ടി ഏത് വേരിയബിൾസ് വേണമെങ്കിൽ ചോദിക്കാം. അതനുസരിച്ചിട്ട് നിങ്ങൾ ആ ഫോർമുലയും മോഡിഫൈ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ ഇവിടെ ചെയിൻ റൂൾ ഫോർമുല എന്ന് പറയുന്നത് ഡോ സെഡ് ബൈ ഡോ യു ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ എക്സ്. സെഡ് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എക്സ് യുവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു പ്ലസ് again z depends on u where y depends upon u അല്ലേ. z depends upon y where y depends upon u. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എക്സ് ബൈ ഡോ യു പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. ക്ലിയർ ആയല്ലോ. ചെയിൻ റൂള് ഫോർമുല വൈസ് നിങ്ങൾ മോഡിഫൈ ചെയ്യുക. അതായത് ഫോർമുല എപ്പോഴും സെയിം തന്നെ, കോൺസെപ്റ്റ് എല്ലാം സെയിം, വേരിയബിൾസ് തരുന്നതിനനുസരിച്ച് നിങ്ങളത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ ടേംസ് ഇതേപോലെ കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ സെപ്പറേറ്റ് ടേംസ് കണ്ടുപിടിച്ചിട്ട് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ടേംസ് എടുത്താൽ മതി. ഇതിൻ്റെ എന്തായാലും വൈ സ്ക്വയറിൻ്റെ 0 ആയിരിക്കും. 3x സ്ക്വയറിൻ്റെ 6x വരും മൈനസ് 2y വരും അല്ലേ. അപ്പോൾ 6x മൈനസ് 2y ദെൻ ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു. എക്സ് വിത്ത് റെസ്പെക്ട് ടു യു പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ വിയുടെ ടേം 0 ആയി പോലെ. സോ 3uൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു എന്താ 3 വരും. ഇനി പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ. അപ്പോൾ z വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇനി കൺസിഡർ ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് എങ്ങനെ കൺസിഡർ ചെയ്ത് അതേപോലെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആക്കി വയ്ക്കാം. സോ z വിത്ത് റെസ്പെക്ട് ടു ഇതുപോലെ y ചെയ്യാം. അപ്പോൾ y ചെയ്യുമ്പോൾ 3x സ്ക്വയർ കൺസിഡർ ചെയ്യേണ്ട 0 മൈനസ് 2xyയുടെ മൈനസ് 2x വരും ആൻഡ് y സ്ക്വയറിൻ്റെ 2y വരും. അപ്പോൾ മൈനസ് 2x പ്ലസ് 2y ഇൻറ്റു ഡോ y ബൈ ഡോ യു. y വിത്ത് റെസ്പെക്ട് ടു യു. അപ്പോൾ 4uൻ്റെ 4 മാത്രം കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയല്ലോ. ഇനി ജസ്റ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് കംപ്ലീറ്റ് ആ സിംപ്ലിഫൈഡ് ഫോമിൽ ആൻസർ ചെയ്താൽ എക്സ് ആൻഡ് വൈ ടേംസ് ഗ്രൂപ്പ് ചെയ്യുക, കോഎഫിഷ്യൻസ് ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ 18x മൈനസ് 6y മൈനസ് 8x പ്ലസ് 8y. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 10x പ്ലസ് 2y ആണ് ആൻസർ കിട്ടുക. ഇത് ജസ്റ്റ് ഡോ സെഡ് ബൈ ഡോ യു ആയിട്ടുള്ളൂ. ഇതേപോലെ ഡോ സെഡ് ബൈ ഡോ വിയും കാണണം. അപ്പോൾ സിമിലർലി z ഈക്വൽ ടു നമുക്കറിയാം 3x സ്ക്വയർ മൈനസ് 2xy പ്ലസ് y സ്ക്വയർ. അതേപോലെ ഡോ സെഡ് ബൈ ഡോ വി ഫോർമുല എന്താ വരിക? ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ വി. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ സെഡ് ബൈ ഡോ വൈ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചു. അതിന് ചേഞ്ചസ് ഒന്നും വരില്ല. 6x മൈനസ് 2yയും മൈനസ് 2x പ്ലസ് 2y. ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഡോ എക്സ് ബൈ ഡോ വിയും ഡോ വൈ ബൈ ഡോ വിയും. കാരണം വിത്ത് റെസ്പെക്ട് ടു വി ആണ് നമ്മളിവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വി ചെയ്യുമ്പോൾ കൺസേൺ ടേംസ് നമ്മൾ മനസ്സിലാക്കണം. അതായത് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വി അപ്പോൾ 2 മാത്രമേ വരുള്ളൂ. ഓക്കെ, അതേപോലെ വൈ വിത്ത് റെസ്പെക്ട് ടു വി അപ്പോൾ -1 മാത്രമേ വരുള്ളൂ. ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ടേംസ്. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ 12x മൈനസ് 4y ജസ്റ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. 12x മൈനസ് 4y പ്ലസ് 2x മൈനസ് 2y. അപ്പോൾ 14x മൈനസ് 6y ആണ് ആൻസർ. Next question. Find dou z by dou u, dou z by dou v when u equal to 0, v equal to 1. If z equal to sin xy plus x sin y, where x equal to u square plus v square and y equal to u into v. Clear ആയല്ലോ. ഇനി ഇവിടെ നമുക്ക് എടുത്തു പറഞ്ഞിട്ടുള്ള, അതായത് നിങ്ങൾക്ക് പല ടൈപ്സിലും പല രീതിയിലും ചോദിക്കാം. ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഡോ സെഡ് ബൈ ഡോ യു ഡോ സെഡ് ബൈ ഡോ വി മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ സ്പെസിഫിക് ആയിട്ട് വെൻ യു ഈക്വൽ ടു 0, വി ഈക്വൽ ടു 1 എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് യു ആൻഡ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ വാല്യൂ കണ്ടുപിടിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ സെഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ? സൈൻ എക്സ് വൈ പ്ലസ് എക്സ് സൈൻ വൈ. എക്സും വൈയും ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആണ്. സെഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ് ആൻഡ് വൈ ആൻഡ് എക്സ് ആൻഡ് വൈ ഡിപ്പെൻഡ്സ് അപ്പോൺ യു ആൻഡ് വി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡോ സെഡ് ബൈ ഡോ യു കാണണം. നേരത്തെ ചെയ്ത പോലെ ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. ഇനി സെപ്പറേറ്റ് ടേംസ് ഓരോന്നും കണ്ടുപിടിക്കുക. ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ടേംസിലും എക്സ് ആൻഡ് വൈ ഉണ്ട്. അപ്പോൾ രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സിൽ സൈൻ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ് വൈ ആണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ? വൈ ആണ്. ഓക്കെ, അപ്പോൾ വൈ കോസ് എക്സ് വൈ. ഇത് ആംഗിളുടെ ഒപ്പം എഴുതരുത്, അതാണ് ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്.
അപ്പോൾ y cos xy എപ്പോഴും അങ്ങനെ കോഎഫിഷ്യൻസ് വന്നാൽ നിങ്ങൾ ആ ഫംഗ്ഷന്റെ ഫ്രണ്ടിൽ തന്നെ എഴുതാൻ നോക്കുക. ഓക്കെ, ആദ്യം ആ കോഎഫിഷ്യൻസ് എഴുതിയിട്ട് പിന്നെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എഴുതാം. ഇനി പ്ലസ് ഡോ സെഡ് ബൈ ഡോ എക്സിൽ ബാക്കി എക്സ് സൈൻ വൈയുടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ, സൈൻ വൈ കോൺസ്റ്റന്റ് മാറ്റി എഴുതി എക്സിന്റെ 1, സോ സൈൻ വൈ വരും. അപ്പോൾ y cos xy പ്ലസ് സൈൻ വൈ, ഇതാണ് ഡോ സെഡ് ബൈ ഡോ എക്സ്. ഇതേപോലെ ഡോ സെഡ് ബൈ ഡോ വൈ കാണാം. ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്കത് ആൻസർ കിട്ടും. ഫോർമുല ക്ലിയർ ആയി മനസ്സിലാക്കിയാൽ മതി. ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് z വിത്ത് റെസ്പെക്ട് ടു y പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ സൈൻ എക്സ് വൈയുടെ കോസ് എക്സ് വൈ തന്നെയാണ് ഇൻറ്റു എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ആണ്. അപ്പോൾ എക്സ് വരും, അത് കോഎഫിഷ്യൻ്റ് ആണ് ഫ്രണ്ടിൽ എഴുതുക. അപ്പോൾ എക്സ് കോസ് എക്സ് വൈ പ്ലസ് എക്സ് സൈൻ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y, എക്സ് കോൺസ്റ്റന്റ് സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് y. ക്ലിയർ ആയല്ലോ? അപ്പോൾ എക്സ് കോസ് എക്സ് വൈ പ്ലസ് എക്സ് കോസ് വൈ. ഇനി നമുക്ക് എക്സ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആണെന്നറിയാം അല്ലേ? അപ്പോൾ ഡോ എക്സ് ബൈ ഡോ യു ആൻഡ് ഡോ എക്സ് ബൈ ഡോ വി ഇപ്പം തന്നെ കണ്ടുപിടിക്കും. ഡോ എക്സ് ബൈ ഡോ യു പറഞ്ഞാൽ 2u, അതുപോലെ ഡോ എക്സ് ബൈ ഡോ വി പറഞ്ഞാൽ 2v. ക്ലിയർ ആയല്ലോ? ഓൾസോ y ഈക്വൽ ടു യു ഇൻറ്റു വി. സോ ഡോ വൈ ബൈ ഡോ യും കണ്ടുപിടിക്കാം, ഡോ വൈ ബൈ ഡോ വിയും കണ്ടുപിടിക്കാം. ഡോ വൈ ബൈ ഡോ യു എന്ന് പറയുന്നത് ഈസി ആണ് അല്ലേ, പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ടേം അതർ ടേം കോൺസ്റ്റന്റ് ആക്കി വയ്ക്കാം. വിത്ത് റെസ്പെക്ട് ടു യു ആയതുകൊണ്ട് വി കോൺസ്റ്റന്റ് ഇൻറ്റു 1v. അതേപോലെ ഡോ വൈ ബൈ ഡോ വി, യു ഇൻറ്റു വിയുടെ വിത്ത് റെസ്പെക്ട് ടു വി, അപ്പോൾ യു കോൺസ്റ്റന്റ് യു ഇൻറ്റു 1, യു കിട്ടും. ഇനി അറ്റ് ദ പോയിന്റ്, ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ടേംസ് കിട്ടി, ബട്ട് നമുക്ക് അറ്റ് ദ പോയിന്റ് യു വി 0 1 എന്ന് സ്പെസിഫൈ ചെയ്ത് കണ്ടുപിടിക്കും അല്ലേ? അപ്പോൾ ഡോ സെഡ് ബൈ ഡോ യു, ഇനി നമ്മൾ ആക്ച്വൽ ചെയിൻ റൂൾ ഫോമിലേക്ക് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച കറസ്പോണ്ടിങ് ടേംസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ വി, സോറി ഡോ യു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ കൺസേൺ ടേംസ് നമ്മൾ കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ? വിത്ത് റെസ്പെക്ട് ടു യു വരുമ്പോൾ എല്ലാം വിത്ത് റെസ്പെക്ട് ടു യു ആണ് കേട്ടോ, കൺഫ്യൂസ്ഡ് ആവണ്ട. ഇനി നമുക്ക് കിട്ടിയ ടേംസ് ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചു, അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ് തന്നിട്ടില്ലേ, അതും കൊടുക്കുക, റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡോ സെഡ് ബൈ ഡോ യു നമുക്ക് എക്സ്പ്രഷൻ കിട്ടി. ഇനി എക്സിന്റെ വാല്യൂ എന്താ, യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. അത് നമുക്കറിയാം 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അതായത് യു 0 വി 1 ആണല്ലോ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സ് എന്ന് പറയുന്നത് 1, y ഈക്വൽ ടു യു വിയിൽ 0 ഇൻറ്റു 1 0 കിട്ടും. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ യു അറ്റ് ദ പോയിന്റ് 0 1 എന്ന് പറയുമ്പോൾ ഇവിടെ എക്സും വൈയും ടേംസ് വരുന്നുണ്ട് ഈ ഒരു എക്സ്പ്രഷനിൽ അല്ലേ? അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് 1 കിട്ടി. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ യു ഈക്വൽ ടു 0 വി ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കുക, എക്സിന്റെ വാല്യൂ എന്തായിരിക്കും അറ്റ് യു 0 വി 1. എക്സ് ഈക്വൽ ടു 1 കിട്ടി, അതേപോലെ y ഇസ് ഈക്വൽ ടു 0 ആണ് കിട്ടിയത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 ഉം y ഈക്വൽ ടു 0. സോ കൺസേൺഡ് എക്സ്പ്രഷൻസിൽ, അതായത് നമുക്കിപ്പോൾ കിട്ടിയ ഡോ സെഡ് ബൈ ഡോ യുല് അതിൽ എക്സിന് 1 ഉം വൈക്ക് 0 കൊടുക്കുക. ക്ലിയർ ആയല്ലോ? ആൻഡ് യു ആൻഡ് വി, യു ഓൾറെഡി നമ്മൾ 0 ആണെന്ന് പറഞ്ഞു, വി എന്ന് പറയുന്നത് 1 ആണെന്ന് പറഞ്ഞു, എക്സ് എന്ന് പറയുന്നത് 1 ആണ് ആൻഡ് വൈ ഇസ് 0, എക്സ് 1 വൈ 0. ക്ലിയർ ആയല്ലോ? സോ നമുക്ക് എന്താണ് കറക്റ്റ് ഓരോ ടേംസ് നോക്കിയാൽ അറിയാം. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ടേമിൽ തന്നെ എല്ലാം 0 പ്ലസ് 0, അപ്പോൾ 0 ഇൻറ്റു 0 എല്ലാം 0 ആണ് വരിക. ഓക്കെ, ഇതെല്ലാം 0 ആണ് വരിക. പ്ലസ് നെക്സ്റ്റ് ടേമും ഇതേപോലെ സൈൻ, അതായത് ഞാൻ ഓരോ ടേംസ് ആണ് കേട്ടോ എടുത്ത് കാണിച്ചിരിക്കുന്നത്, നിങ്ങൾക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കണം, അതായത് കോസ് 0 വരുന്നുണ്ടെങ്കിൽ അതങ്ങനെ നെഗ്ലക്ട് ചെയ്യരുത്. കോസ് 0ന്റെ കൂടെ വേറെ ഒന്നുമില്ലെങ്കിൽ അത് 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് 0 വന്നാൽ മാത്രം അത് 0 ആയിട്ട് എടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ കോസ് 0 അല്ല 0 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നെഗ്ലക്ട് ചെയ്യരുത്, വിട്ടു പോകരുത്. അപ്പോൾ 0 കോസ് 0 പ്ലസ് സൈൻ 0 ഇൻറ്റു 2 ഇൻറ്റു 0 ഓരോന്നിനും ഞാൻ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് എഴുതിയിരിക്കുകയാണ്. പ്ലസ് സെക്കൻഡ് ടേം 1 കോസ് 0 പ്ലസ് 1 കോസ് 0.
അപ്പോൾ ഇവിടെ നോക്കിയാൽ 1 into cos 0, 1 into 1 plus 1 into 1. That is 2 ആണ് ആൻസർ. ഇതേപോലെ തന്നെ നമുക്കിപ്പോൾ ഡോ സെറ്റ് ബൈ ഡോ യു ആണ് 2 കിട്ടിയത്. അതേപോലെ ഡോ സെറ്റ് ബൈ ഡോ വി അറ്റ് ദ പോയിന്റ് യു വി 0 1. അപ്പോൾ ഡോ സെറ്റ് ബൈ ഡോ വി എന്ന് പറയുന്നത് ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ വി. ഈ ടേംസ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. സെയിം തന്നെ ഡോ എക്സ് ബൈ ഡോ വിയും ഡോ വൈ ബൈ ഡോ വിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y cos xy plus sin y into 2v plus x cos xy plus x cos y into u. ഇനി എടുത്ത് പറയേണ്ടത് ഇതേപോലെ യു വിയിൽ, അതായത് യു ആൻഡ് വി 0 1 ആകുമ്പോൾ നമുക്കറിയാം എക്സും വൈയും എന്താണ്, എക്സ് 1 വൈ 0, അതിന് മാറ്റമൊന്നുമില്ല അല്ലേ. ബട്ട് ഇവിടെ ഡോ സെറ്റ് ബൈ ഡോ വിയുടെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. ഇതിൽ കറക്റ്റായിട്ട് y 0 കൊടുക്കുക, എക്സ് 1 കൊടുക്കുക, u 0 കൊടുക്കുക, v 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടേംസ് ആണ്, ഓരോ ടേംസും നോക്കുക. 0 into cos 0 plus sin 0 into 2 into 1 plus 1 into cos 0 plus 1 into cos 0 into 0 വരും. അപ്പോൾ ഇവിടെയും ടോട്ടൽ 0 into 2, അതായത് 0 ആണ് വരിക. ആൻഡ് നെക്സ്റ്റ് ടേമും into 0 ആണ് അല്ലേ. അപ്പോൾ കംപ്ലീറ്റ് 0 plus 0, ഫൈനൽ ആൻസർ 0 ആണ്. ഓക്കെ, അപ്പോൾ ഡോ സെറ്റ് ബൈ ഡോ യു 2 ഉം ഡോ സെറ്റ് ബൈ ഡോ വി 0 ആയിട്ടാണ് കിട്ടിയത്. താങ്ക് യു.